ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മോഹിനിയിൽ നിന്നും തൻ്റെ ഒന്നാം വിവാഹ വാർഷികമാണെന്ന് അറിയുന്ന കരുണ ഉണ്ണിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. കാലിന് സ്വാധീനമില്ലാത്തയാളായാലെന്താ, അവർ കേക്ക് മുറിച്ചായിരിക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതം നരകമായി പോയി. ഇനി ആ നരകത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാനില്ല. എന്നെ മനഃപൂർവ്വം രണ്ടാളും കൂടി അവിടേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും എന്നെ കാണില്ല, ഞാൻ ചത്തുകളയോ എന്ന പ്രതാപനോടും മുത്തശ്ശിയോടും ഭീഷണി മുഴുകിയ കരുണ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഉണ്ണി ദുർഗയുടെ നിർബന്ധപ്രകാരം കരുണയെ വിളിക്കുന്നുണ്ട്. കരുണ ഉണ്ണിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും 22-ാം തീയതിയിലെ പ്രത്യേകത എന്താണെന്ന് കരുണ ചോദിക്കുമ്പോൾ അത് ഉണ്ണിക്ക് ഓർമ്മയില്ല എന്ന് മനസ്സിലാക്കുന്ന കരുണ ഉണ്ണിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് അയാൾക്ക് 22-ാം തീയതിയിലെ പ്രത്യേകതയെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല എന്നെല്ലാം കരുണ മുത്തശ്ശിയോട് പറയുമ്പോൾ അവന് ദുർഗയുടെ ബുദ്ധിയായിരിക്കും കിട്ടിയിരിക്കുന്നത്. എങ്ങനെ ഒരു മരമണ്ടനാണല്ലോ അവൻ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ഉണ്ണിയെ ഇടിച്ചു തഴിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണി ദുർഗയുടെ അടുത്ത് ചെന്നിട്ട് 22-ാം തീയതിയിലെ പ്രത്യേകതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്ന് എന്താ എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ കരുണയും ഇത് തന്നെയാണ് ചോദിച്ചത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ സമയം വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വരുന്ന മഹിയാണെങ്കിൽ ഇത് കേൾക്കുന്നതും അതിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാത്തത് നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടും ആണ്. അന്ന് എൻ്റെയും കണ്ണേട്ടൻ്റെയും നിൻ്റെയും കരുണയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് മഹി പറയുമ്പോൾ പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. അതുകൊണ്ടായിരിക്കും മോൾ ആ ഡേറ്റിനെ കുറിച്ച് നിന്നോട് ചോദിച്ചത്. നീ എന്താ അബദ്ധം ഉണ്ണി കാണിച്ചത്? ഇനി ഈ ഒരു കാരണം മതി മോൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കാൻ. ഒരു കാര്യം ചെയ്യുക, നീ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം മോൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ ചെയ്യുന്ന മോളെ സന്തോഷിപ്പിക്കാൻ നോക്കുക. മറ്റുള്ളവരെ പോലെ പൊന്നുകൊണ്ട് മൂടാനൊന്നും നിന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലും നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ സന്തോഷിപ്പിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക എന്നെല്ലാം ദുർഗ മഹിയെ കുത്തി പറയുമ്പോൾ അങ്ങനെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹം ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാനും കണ്ണേട്ടനും ഒക്കെ. പരസ്പരമുള്ള സ്നേഹമാണ് ഏത് ബന്ധത്തിൻ്റെയും അടിത്തറ എന്നാണ് ഞാനും കണ്ണേട്ടനെ വിശ്വസിക്കുന്നതെന്ന് ദുർഗയ്ക്ക് ചുട്ട മറുപടി തന്നെ മഹിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കണ്ണൻ മഹിക്ക് ഫ്രൂട്ട്സൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് ദുർഗയും ഉണ്ണിയും വരുന്നു. അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ പതിവില്ലാത്ത കാഴ്ചയാണല്ലോ ഇവിടെ നടക്കുന്നത്. സാധാരണ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഇങ്ങനെ സ്നേഹിക്കുന്നത് വയറ്റിലൊരു കുഞ്ഞ് ഉള്ളപ്പോഴാണ്. ഇവിടെ പിന്നെ ആരെ കാണിക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. അങ്ങനെ കണ്ണൻ ദുർഗയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ആരെയും കാണിക്കാനൊന്നുമല്ല, പിന്നെ ഇത്തരം കാഴ്ചകൾ കാണാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നിൽക്കണമെന്നില്ല. ഇതെൻ്റെയും ഇയാളുടെയും വീടാണ്. ഇവിടെ വെച്ച് എനിക്കെൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിങ്ങളുടെ ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ വായടപ്പിച്ച മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം കരുണയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും അമ്മയെന്ന് ഉണ്ണി പറയുമ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മോനെ. കരുണ ഒരു കാരണവശാലും നിന്നെ വിട്ടു പോകാനായിട്ട് ഇടവരരുത്. അത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് കരുണയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളിങ്ങനെ വിഷമിക്കാതെ കണ്ണനെയും മഹാലക്ഷ്മിയെയും എങ്ങനെയെങ്കിലും വേർപിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാകൂ. വാമൻ്റെ അബദ്ധം അല്ലാതെ എന്ത് പറയാൻ. അന്ന് കണ്ണൻ്റെ അച്ഛനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവനെ കൂടി പറഞ്ഞു വിടണമായിരുന്നു. ആ വാമദേവനെ കൊണ്ട് അതിന് പറ്റിയില്ല എന്ന് പെട്ടെന്ന് മുത്തശ്ശിയുടെ നാവിൽ നിന്നും ആ ഞെട്ടിക്കുന്ന സത്യം വീഴുന്നതും അത് കേട്ട് കരുണ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞത്? കണ്ണേട്ടൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടത് മേക്കേട്ടൻ്റെ അച്ഛനാണെന്നോ എന്ന് കരുണ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ വാമദേവൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്തത് മന്ത്രവാദിയാണ്. മന്ത്രവാദിയെ കൊണ്ട് ആഭിചാരകർമ്മം ചെയ്യിച്ചു. അതിൻ്റെ ഫലസിദ്ധി കൊണ്ടാണ് കണ്ണൻ്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ടതും കണ്ണൻ്റെ അരയ്ക്ക് താഴേക്ക് തളർന്നതും എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ സംഗതി കൊള്ളാം, പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മം ഏറ്റില്ലെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ആഭിചാരമെങ്കിൽ ആഭിചാരം, കണ്ണനെയും മഹാലക്ഷ്മിയെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്, അയാൾ അവനെ സ്വർണം കൊണ്ട് മൂടും. വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനം അയാൾ അവൾക്കായിട്ട് കൊടുക്കും. എനിക്കുണ്ട് ഒരു ഭർത്താവ്, അയാൾക്ക് ഈ ദിവസം പോലും ഓർമ്മയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു നരകമായി പോയല്ലോ. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം മുത്തശ്ശി? എൻ്റെ പാദസേവ ചെയ്യുന്നവളുടെ ഉയർച്ച കണ്ടുകൊണ്ടിരിക്കാനാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വീണ്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയുടെ മുന്നിൽ.
പിന്നീട് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത് ദുർഗ ചെന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോഹിനിയാണ് കേട്ടോ മഹിക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മോഹിനിയോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോഹിനി പതിവില്ലാതെന്ന് ചോദിക്കുമ്പോൾ മക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം മഹാലക്ഷ്മി ആണെങ്കിലും അവിടേക്ക് സന്തോഷത്തോടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. മോഹിനിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. തുടർന്ന് മോഹിനിയോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, ഒരു മകൾ ഭർത്താവിനോട് പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ എങ്ങനെ മൂത്ത മകൾക്കും മൂത്ത മകളുടെയും മരുമോൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഇത്രയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയുന്നു? കരണമോള് പറയുന്നത് ശരിയാണ്, മോഹിനിക്ക് ഇവളെ കഴിഞ്ഞുള്ളൂ ആരും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ദുർഗ, എനിക്ക് 2 മക്കളും എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെയാണ്. ഉണ്ണിയുമായിട്ട് യോജിച്ചു പോകണമെന്ന് ഞാൻ കരുണമോളെ ഉപദേശിച്ചിരുന്നു. പക്ഷേ അവളുടെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് കരുണമോള് കേൾക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് മഹിയാണെങ്കിൽ മോഹിനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വീണ്ടും ഒരുപാട് സംശയങ്ങളൊക്കെ ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. സാധാരണ ഗർഭിണിയായിരുന്ന സമയത്താണ് ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ആയിട്ട് അമ്മമാർ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ദുർഗയ്ക്ക് തോന്നുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് ചെല്ലുന്നത് മോഹിനിയെ മഹിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളിപ്പോൾ പണ്ടത്തെ പോലെയല്ല, മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം, എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം, ഭക്ഷണമൊക്കെ കൃത്യമായ സമയത്ത് കഴിക്കണം എന്നൊക്കെ മോഹിനി പറയുമ്പോൾ ഞാനും ഇത് ഇയാളോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അധികം സ്ട്രെയിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണനും. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ ഉണ്ണിയെ ഇങ്ങനെ ശാപവാക്കുകൾ ചൊരിഞ്ഞും നരകമായിട്ടുള്ള ജീവിതമാണ് ഉണ്ണി ഇടിച്ചു താഴ്ത്തിയൊക്കെ സംസാരിക്കുന്ന കരുണയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത്. അതായത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി കരുണയെ സന്തോഷിപ്പിക്കാനായിട്ട് സമ്മാനങ്ങളും കേക്കും ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന ഉണ്ണിക്ക് വലിയൊരു ആക്സിഡൻറ്റ് തന്നെയാണ് കേട്ടോ സംഭവിക്കുന്നത്. അങ്ങനെ സ്വന്തം ജീവിതം നരകമാണെന്ന് പറഞ്ഞ് ഒടുവിൽ കരുണയ്ക്ക് ആ ഒരു വിധി തന്നെയാണ് കേട്ടോ ദൈവം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്